അല്ല, ഇതിന്റെ പിന്നിൽ നമ്മുടെ ലോകത്തിലെ മുഴുവൻ സമൂഹവും വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്നതാണ് ഈ തൃശൂർ പൂരം. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും പൂരം കാണാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ട്. പക്ഷെ ആ പൂരത്തെ തടസ്സപ്പെടുത്തിയത് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് എന്ന് കരുതേണ്ടി വരും. കാരണം വിശ്വാസത്തെ തകർക്കുക, ആചാരത്തെ തകർക്കുക, അനുഷ്ഠാനങ്ങളെ തകർക്കുക എന്നുള്ളത് പിണറായി സർക്കാരിന്റെ ഒരു അജണ്ടയാണ്, ഹിഡൻ അജണ്ടയാണ്. ശബരിമലയിൽ അത് പരീക്ഷിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. ഇതാ വീണ്ടും ഇപ്പോ ഈ തൃശ്ശൂരിലെ പൂരം അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാം നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പോലീസ് ഇത്രമാത്രം നിയന്ത്രണങ്ങൾ, നിബന്ധനകൾ ഏർപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് ആദ്യമായിട്ടല്ല തൃശ്ശൂരിൽ പൂരം നടക്കുന്നത്. പിന്നെ ശ്രീരാമന്റെ ചിത്രം കാണുന്ന സമയത്ത് എന്തിനാണ് വിരളി പോണ്ട ആവശ്യം എന്താ? അങ്ങനെയാണെങ്കിൽ ശ്രീരാമന്റെ അമ്പലം മുഴുവൻ കേരളത്തിൽ നിന്ന് എടുത്തു കളിയോ പോലീസ്? ശ്രീരാമന്റെ വിഗ്രഹം മുഴുവൻ നീക്കം ചെയ്യൂ. എന്നാൽ ശ്രീരാമന്റെ ചിത്രം കണ്ടാൽ അത് തടസ്സപ്പെടുത്തുന്ന പോലീസ് അമ്പലത്തിന് ശ്രീരാമന്റെ വിഗ്രഹം എടുത്തു മാറ്റാൻ തയ്യാറാവോ? ഈ പോലീസ് ചെയ്തിട്ടുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ ഇത് ഗവൺമെന്റിന്റെ നയമാണോ എന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തണം, ആഭ്യന്തരമന്ത്രി വെളിപ്പെടുത്തണം. ഏതായാലും തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഞങ്ങൾ ഒരു കാര്യം കൂടി പറയുന്നു, ക്രൈസ്തവ സമൂഹവും മുസ്ലിം സമൂഹവും ഈ കാര്യത്തിൽ പ്രതിഷേധിക്കാൻ തയ്യാറാകണം. ഇന്ന് ഹിന്ദു ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായിട്ടാണ് പിണറായി വിജയനും അവരുടെ ഗവൺമെന്റും വാളോങ്ങിയതെങ്കിൽ നാളെ ക്രൈസ്തവ സമൂഹത്തിന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമെതിരെ കൈവെക്കാൻ തയ്യാറാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇക്കാര്യത്തിൽ മുഴുവൻ വിശ്വാസികളും ഒരുമിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനെക്കുറിച്ച് കൊല്ലം NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഇന്നലെ പ്രചരണം നടത്തുന്ന സമയത്താണ് കണ്ണില് കല്ലാണോ എന്താണോ വന്നതെന്നറിയില്ല. അദ്ദേഹം ഇന്ന് വിശ്രമത്തിലാണ്. ഡോക്ടർ അദ്ദേഹത്തിന് വിശ്രമമാണ് ഉപദേശിച്ചിട്ടുള്ളത്. അക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് സംഭവത്തെക്കുറിച്ച് സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തി അതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്.